ആ ഒരു ഭീകരാവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ ഒറ്റയ്ക്ക് കൂട്ടമായോ ആണോ ഉള്ളത് എന്നത് പ്രശ്നമല്ല. സമയം പാതിരാത്രി എന്നതോ നട്ടുച്ച എന്നതോ വിഷയമല്ല. അക്കാലത്ത് നിങ്ങൾ സെക്യൂരിലാണുള്ളതെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിലും നിങ്ങളുടെ തൊട്ടു പിന്നിൽ നിന്ന് അസാധാരണമായ ഭീതിപ്പെടുന്ന തരത്തിലുള്ള ഒരു ശ്വാസോച്ഛ്വാസം കേൾക്കാൻ സാധിച്ചേക്കാം. ആ ശ്വാസത്തിന് ഒരു ചൂടുള്ള മാംസഗന്ധം അനുഭവപ്പെട്ടേക്കാം. അങ്ങനെയെങ്കിൽ ഉറപ്പിച്ചോളൂ, തിരിഞ്ഞു നോക്കുമ്പോൾ 2 കനൽ കണ്ണുകൾ നിങ്ങളെ തുറച്ചു നോക്കുന്നുണ്ടായിരിക്കും. ആ നിമിഷം ഭീതിയോടെ, വേദനയോടെ, അത്യന്തം നിസ്സഹായതയോടെ നിങ്ങൾ തിരിച്ചറിയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്ന്. അതെ, ഒരു കടുവ നിങ്ങളെ ഭക്ഷണമാക്കാൻ പോകുകയാണ് എന്ന്. ഇത് വെറുമൊരു കെട്ടുകഥയല്ല. നീലഗിരി മലനിരകളിൽപ്പെട്ട സെഗൂർ പ്രദേശത്തെ ആളുകൾ 1950 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നത് ഈ ഒരു ഭീകരാവസ്ഥയിലായിരുന്നു. ഊട്ടിയിലേക്കുള്ള വഴികളിൽ അധികവും മനോഹരങ്ങളാണ്. മൈസൂരിൽ നിന്ന് വരുന്ന സെഗൂർ കാടുകളിലൂടെയുള്ള ആ വഴി അതിമനോഹരമാണ്. താഴ്വരയിലൂടെ മോയാർ നദി സ്വച്ഛമായി ഒഴുകുന്നത് കാണാം. ആ പാതയ്ക്ക് പക്ഷെ മറ്റൊരു മുഖം കൂടിയുണ്ട്. അത് ഭീതിയുടേതാണ്. 36 ഹെയർപിൻ വളവുകൾ തീർച്ചയായും നമ്മളെ ഭയപ്പെടുത്താൻ പോകുന്നതാണ്. കൂടാതെ ചുറ്റും പകൽ പോലും സൂര്യപ്രകാശം മണ്ണിൽ വീഴാൻ മടിക്കുന്ന തരത്തിലുള്ള കൊടുംകാടും. പക്ഷെ ശരിക്കും നമ്മെ ഭീതിപ്പെടുത്തുക ഇതൊന്നുമല്ല. ഒരു കാലത്ത് ആ കാട് ഒരു നരഭോജി കടുവയുടെ വിഹാര കേന്ദ്രമായിരുന്നു എന്ന ഓർമ്മകളാകും. അതെ, ഈ കാട്ടിലാണ് 1950 കാലത്ത് മനുഷ്യരെ വെല്ലുവിളിച്ച് മനുഷ്യൻ്റെ രക്തവും മാംസവും ആഹാരമാക്കി അവൻ മതിച്ച് നടന്നിരുന്നത്. സിഗൂരിലെ കടുവ, ദ ടൈഗർ ഓഫ് സിഗൂർ. സാധാരണ ഒരു കടുവ മനുഷ്യനെ കണ്ടാൽ ഒഴിഞ്ഞു മാറുകയാണ് പതിവ്. കാടിൻ്റെ നിയമം അതാണ്. പക്ഷേ ഈ കടുവ, സിഗൂരിലെ കടുവ, അവൻ ആ നിയമം ബാധകമല്ല. എപ്പോഴോ ഒരിക്കൽ മനുഷ്യരക്തത്തിൻ്റെ രുചി അവൻ അറിഞ്ഞു. അതോടെ അവൻ്റെ കണ്ണിൽ മനുഷ്യൻ വെറുമൊരു ഇര മാത്രമായി മാറി. സന്ധ്യ മയങ്ങിയാൽ പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ പിന്നെ മരണഭയമാണ്. വാതിലുകൾ പൂട്ടി, ജനലുകൾ അടച്ച്, ശ്വാസം വിടാൻ പോലും പേടിച്ച് ഗ്രാമീണർ വീടുകൾക്കുള്ളിൽ കഴിച്ചുകൂട്ടി. അടച്ചുട്ട വാതിലുകൾ തകർക്കാനും മേൽക്കൂര പൊളിച്ച് അകത്ത് കയറാൻ പോലും ആ കടുവയ്ക്ക് അറിയാമായിരുന്നു. ഒരു കൊലപാതകത്തിൻ്റെ ഭീതി മാറും മുൻപേ അടുത്തത് എന്ന സ്ഥിതി അക്ഷരാർത്ഥത്തിൽ വന്നു. കാവൽക്കാരൻ, വിറക് വെട്ടാൻ പോയ സ്ത്രീ, വഴിപോക്കൻ, സെഗൂർ ചുരം ശരിക്കും ചോരയിൽ കുതിർന്നു തുടങ്ങിയിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ആ കത്ത് കെന്നത്ത് ആൻഡേഴ്സൻ്റെ ബാംഗ്ലൂരിലെ വീട്ടിലെത്തുന്നത്. കെന്നത്ത് ആൻഡേഴ്സൺ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വേട്ടക്കാരിലൊരാൾ. അനേകം നരഭോജികളായ കടുവകളെയും പുലികളെയും വകവരുത്തി നാട്ടുകാരെ രക്ഷിച്ച ചരിത്രമുള്ള അതേ ആൻഡേഴ്സൺ. സഹായാഭ്യർത്ഥനയാണ്: സായിപ്പെ, ഞങ്ങളെ രക്ഷിക്കണം. അവൻ ഒരു ഭീകര കടുവ ഞങ്ങളെ ഓരോരുത്തരെയായി കൊല്ലുകയാണ്. കത്തിൽ 2 ആഴ്ച മുമ്പ് നടന്ന അവരെ ഏറെ ദുഃഖിപ്പിച്ച ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. അവരുടെ പ്രിയപ്പെട്ട തപാൽക്കാരൻ കാട്ടിലൂടെ കിലോമീറ്ററുകൾ നടന്ന് അവർക്ക് കത്തുകൾ എത്തിച്ചിരുന്ന ഒരു പാവം മനുഷ്യൻ. അദ്ദേഹം കൊല്ലപ്പെട്ട സംഭവം. തപാൽക്കാരൻ്റെ കയ്യിൽ എപ്പോഴും ചെറിയ മണികൾ കെട്ടിയ ഒരു വടിയുണ്ടാകും. ആ മണിയൊച്ച കേട്ടാൽ വന്യമൃഗങ്ങൾ വഴിമാറിപ്പോകും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം. അദ്ദേഹത്തിൻ്റെ വിശ്വാസം പോലെ അതുവരെ വന്യമൃഗങ്ങളിൽ നിന്ന് കാര്യമായ ഉപദ്രവമൊന്നും അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നിരുന്നില്ല. ആ കാട്ടുവഴിയിലൂടെ പകൽ സമയങ്ങളിൽ ധൈര്യമായി നടന്ന് ആ മനുഷ്യൻ തപാലുകൾ മേൽവിലാസക്കാരന് കൃത്യമായി എത്തിച്ചിരുന്നു. പുറം ലോകവുമായി ഏറെക്കുറെ ഒറ്റപ്പെട്ടു കിടക്കുന്ന ആ നാട്ടുകാർക്ക് കത്തുകൾ മാത്രമല്ല, പുറം ലോകത്തെ വിശേഷങ്ങളും കൊണ്ടുവന്നിരുന്ന ആ മനുഷ്യൻ ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു. അന്നും പതിവ് പോലെ അദ്ദേഹം മല കയറി വരികയായിരുന്നു. സമയം വൈകുന്നേരം 5 മണി കഴിഞ്ഞിട്ടുണ്ടാകും. സെഗൂരിൽ അപ്പോഴേക്കും വെളിച്ചം കുറഞ്ഞു തുടങ്ങും. മഞ്ഞ നിറത്തിലുള്ള വെയിൽ മരച്ചിലകൾക്കിടയിലൂടെ നീളൻ നിഴലുകൾ വീഴ്ത്തുന്ന സമയം. ഇരുട്ടുന്നതിന് മുൻപ് സുരക്ഷിതമായ സ്ഥലത്തെത്തുവാൻ അദ്ദേഹം വേഗത്തിൽ നടന്നു. കയ്യിലുള്ള വടിയിലെ മണികൾ താളത്തിൽ ശബ്ദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് ആ മണിയൊച്ച കേട്ട് വഴിമാറാത്ത ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. ഒരു പാറയുടെ മറവിൽ അനങ്ങാതെ ശ്വാസം പിടിച്ച് അവൻ കാത്തിരുന്നു. ആ ഭീകരൻ ആ മണി വെച്ച ഒരു ക്ഷണക്കത്ത് പോലെയായിരുന്നു. ഇര വരുന്നുണ്ട് എന്ന ഒരു ക്ഷണക്കത്ത്. കാട്ടിലെ കിളികൾ പെട്ടെന്ന് നിശബ്ദമായി. എന്തോ ഒരു പന്തികേട് തോന്നി തപാൽക്കാരൻ ഒന്നു നിന്നു. കാറ്റിലൊരു രൂക്ഷഗന്ധം, പുലിമണം അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഭയത്തോടെ ചുറ്റും നോക്കി. വടി
മുറുക്കി പിടിച്ചു. മുന്നോട്ട് ഓടണോ അതോ പിന്നോട്ട് ഓടണോ? കൂടുതൽ ചിന്തിക്കാൻ സമയം കിട്ടിയില്ല. പാറയുടെ മുകളിൽ നിന്ന് അവൻ ചാടി വീണു. അയ്യോ എന്ന നിലവിളി ആ മലയിടുക്കുള്ളിൽ ഒരു ഏങ്ങലായി അലയടിച്ചു. പിറ്റേന്ന് രാവിലെ തിരക്കി ചെന്ന ഗ്രാമവാസികൾ കണ്ടത് ഹൃദയം തകർക്കുന്ന കാഴ്ചയായിരുന്നു. വഴിയിൽ ചിതറിക്കിടക്കുന്ന കത്തുകൾ, ചോരയിൽ കുതിർന്ന തപാൽ ബാഗ്. പക്ഷെ മനുഷ്യനെ കാണാനില്ല. കുറച്ചു ദൂരം മാറി മുൾപടർപ്പുകൾക്കിടയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവർക്ക് കിട്ടി. കത്ത് വായിച്ചു കഴിഞ്ഞതോടെ ആ ഗ്രാമവാസികളെ സഹായിക്കണമെന്ന കാര്യം ആൻഡേഴ്സൺ ഉറപ്പിച്ചു. അധികം വൈകാതെ തൻ്റെ വിശ്വസ്തമായ റൈഫിൾ .405 വിൻചെസ്റ്റർ എടുത്ത് തൻ്റെ പഴയ സ്റ്റുഡ്ബേക്കർ കാറിൽ അദ്ദേഹം സെഗൂറിലേക്ക് തിരിച്ചു. ഇത് വെറുമൊരു വേട്ടയല്ല, ഇതൊരു നീതി നടപ്പാക്കലാണ്, യാത്രയ്ക്കിടയിൽ അദ്ദേഹം മനസ്സിൽ സ്വയം പറഞ്ഞു. അധികം വൈകാതെ ആൻഡേഴ്സൺ സെഗൂറിലെത്തി. അവിടെ കണ്ട കാഴ്ച ദയനീയമായിരുന്നു. ഒരാൾ പോലും പുറത്തിറങ്ങുന്നില്ല. ഗ്രാമം മുഴുവൻ ഒരു ശവപ്പറമ്പ് പോലെ നിശബ്ദമാണ്. കന്നുകാലികൾ വിശന്ന് കരയുന്നു. ആൻഡേഴ്സൺ എത്തിയതറിഞ്ഞ് നാട്ടുകാരിൽ ചിലർ അദ്ദേഹത്തെ കാണാനെത്തി. തപാൽക്കാരൻ്റെ മരണം അവരെ വല്ലാതെ തളർത്തി കളഞ്ഞിരിക്കുന്നു. ആരും രക്ഷിക്കാനില്ല എന്ന തോന്നലിൽ തികഞ്ഞ അരക്ഷിതാവസ്ഥയിലൂടെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ആ കടുവ വെറുമൊരു മൃഗമല്ല, അത് മരണത്തിൻ്റെ ദൂതനാണെന്ന് അവർ വിശ്വസിക്കാൻ തുടങ്ങി. ആൻഡേഴ്സണിലെ വേട്ടക്കാരൻ ഉണർന്നു. അദ്ദേഹം കാടിനെ ലക്ഷ്യമാക്കി നടന്നു. വൈകാതെ മോയാർ നദിയുടെ തീരത്തെത്തി. കടുവയെക്കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിക്കുമോ? അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ പരതി. ആദ്യത്തെ പിടിവള്ളി അതാ അവിടെ തെളിഞ്ഞു കിടക്കുന്നു. നനഞ്ഞ മണ്ണിൽ ചില അടയാളങ്ങൾ. വലിയ കാലടിപ്പാട്. അതെ, കടുവയുടെ കാലടിപ്പാട് തന്നെ. അതിന് അസാധാരണ വലുപ്പമുണ്ടായിരുന്നു. വിരലുകൾ അമർന്നിരിക്കുന്ന രീതി കണ്ടാൽ അറിയാം അവൻ നല്ല കരുത്തനാണ്. പിന്നെ മറ്റൊന്നുകൂടി, ആ കാലടിപ്പാടുകൾക്ക് അധികം പഴക്കമുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അവർ അവിടെ എത്തുന്നതിന് തൊട്ടു മുൻപ് വരെ അവൻ അവിടെ ഉണ്ടായിരുന്നിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോഴും തൊട്ടടുത്ത് എവിടെയോ ഇരുന്ന് അവരെ നിരീക്ഷിക്കുന്നുണ്ടായിരിക്കാം. അന്ന് വൈകുന്നേരം ആൻഡേഴ്സൺ ഒരു പാറക്കെട്ടിന് മുകളിലിരുന്നു. താഴെ നദി ഒഴുകുന്നു. മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വരുന്ന സമയമാണ്. കാട് മെല്ലെ ഇരുളിലേക്ക് വഴുതി വീണു. പെട്ടെന്ന് കാട്ടിലെ കുരങ്ങന്മാർ ബഹളം വയ്ക്കാൻ തുടങ്ങി. ലങ്കൂർ കുരങ്ങുകളുടെ അപായ സൂചന. അതിനർത്ഥം ഒന്നേ ഉള്ളൂ, കടുവ അവിടെ എവിടെയോ ഉണ്ട്. ആൻഡേഴ്സൺ തോക്കിൻ്റെ സേഫ്റ്റി ക്യാച്ച് മാറ്റി. കണ്ണും കാതും കൂർപ്പിച്ചു. കാറ്റ് വീശുന്നത് എതിർദിശയിൽ നിന്നാണ്. അതുകൊണ്ട് കടുവയ്ക്ക് ആൻഡേഴ്സൻ്റെ മണം കിട്ടിയില്ല. സമയം കടന്നുപോയി. കുരങ്ങന്മാർ ശാന്തരായി. കാട് വീണ്ടും നിശബ്ദമായി. അവൻ വന്നില്ല. അതൊരു വേട്ടക്കാരനെ കണ്ട് മടങ്ങിപ്പോയതോ? ആൻഡേഴ്സന് മനസ്സിലായി, ഇതൊരു എളുപ്പമുള്ള കളിയല്ല, ക്ഷമയുടെ പരീക്ഷണമാണ്. അന്ന് രാത്രി ആൻഡേഴ്സൺ ഗ്രാമത്തിലെ ഒരു കുടുംബത്തോടൊപ്പം അവരുടെ ചെറിയ കുടിലിൽ തങ്ങി. പുറത്ത് കൂരിരുട്ട്. പാതിരാത്രിയായപ്പോൾ കുടിലിൻ്റെ ഓലമേഞ്ഞ മേൽക്കൂരയിൽ ഭാരമുള്ള എന്തോ ഒന്ന് നടക്കുന്നത് പോലെ തോന്നി. അത് കടുവ തന്നെയാണോ? ആൻഡേഴ്സൺ തോക്ക് കയ്യിലെടുത്തു. ആൻഡേഴ്സൺ അടക്കം വീട്ടിലുള്ള എല്ലാവരും ശ്വാസം അടക്കി പിടിച്ച് അനങ്ങാതെയിരുന്നു. ഇനി അത് കടുവയാണെങ്കിൽ കൂടി വെടിവെക്കുന്നത് ബുദ്ധിയല്ല. കാരണം ഇരുട്ടത്ത് ഉന്നം തെറ്റിയാൽ അത് കൂടുതൽ അപകടമാണ്. കടുവ അവനെ വേട്ടയാടാൻ വന്ന ഒരു വെല്ലുവിളിക്കാൻ എത്തിയതാണ്. അവരുടെ ചിന്തകൾ ആ വഴിക്കും സഞ്ചരിക്കാൻ തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആ ശബ്ദം മെല്ലെ നിന്നു. മുള്ളുവേലികൾക്കപ്പുറത്തേക്ക് എന്തോ ഒന്ന് ചാടുന്ന ഒച്ച കേട്ടു. പിന്നെ എല്ലാം ശാന്തമായി. അന്ന് ആരും ഉറങ്ങിയില്ല. നേരം വെളുക്കാൻ കാത്തിരുന്നു. സൂര്യൻ ഉദിച്ചതും ആൻഡേഴ്സൺ പുറത്തിറങ്ങി നോക്കി. കുടിലിൻ്റെ പരിസരത്ത് നനഞ്ഞ മണ്ണിൽ തലേന്ന് കാണാത്ത പുതിയ കാൽപ്പാടുകൾ. അതെ, അവൻ വന്നിരുന്നു. തലേന്ന് രാത്രി അവരുടെ തലയ്ക്ക് തൊട്ടുമുകളിൽ അവനുണ്ടായിരുന്നു. അവർ അന്വേഷിക്കുന്ന കടുവ. അതാലോചിക്കുമ്പോൾ അവരുടെ മനസ്സിലൂടെ ഒരു കോരിത്തിരിപ്പ് കടന്നുപോയി. അവൻ വെറുമൊരു മൃഗമല്ല, മനുഷ്യൻ്റെ ഓരോ ചലനവും നിരീക്ഷിക്കുന്ന ബുദ്ധിയുള്ളൊരു രാക്ഷസനാണ്. ഈ മൃഗത്തെ നേരിടാൻ സാധാരണ വഴികൾ പോരാ, ആൻഡേഴ്സൺ തിരിച്ചറിഞ്ഞു. അദ്ദേഹം അന്നൊരു പ്രതിജ്ഞയെടുത്തു. ഇനി അവൻ എന്നെ തേടി വരില്ല, ഞാൻ അവനെ തേടി അങ്ങോട്ട് പോകും. ഗ്രാമത്തിലെ ധൈര്യശാലികളായ 2 പേരെ കൂടെ കൂട്ടി ആൻഡേഴ്സൺ മോയാർ നദിയുടെ തീരങ്ങളിലൂടെ സെഗൂർ കാടിൻ്റെ ഉള്ളിലേക്ക് യാത്ര തുടങ്ങി. മുള്ളും വള്ളിപ്പടർപ്പും നിറഞ്ഞ വഴി. ഓരോ ചുവട് ശ്രദ്ധിച്ചു വേണം വയ്ക്കാൻ. സമയം ഉച്ച കഴിഞ്ഞു. വെയിൽ ചാഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അധികം വൈകാതെ കാട് വല്ലാതെ നിശബ്ദമായി. കൂടെയുള്ള 2 പേർക്കും കാടിൻ്റെ ഭാഷ നന്നായി അറിയാം. ഈ നിശബ്ദത ഒരു അപായ സൂചനയാണ്. ഒരു പക്ഷെ തൊട്ടടുത്ത് തന്നെ എവിടെയോ ഒരു വലിയ മാംസബുക്ക് പതുങ്ങിയിരിപ്പുണ്ടാകാം. അവർ ജാഗരൂകരായി. ഓരോ മരത്തിൻ്റെ പിന്നിലും
നദിയുടെ മണൽത്തിട്ടകളിലും അവരുടെ കണ്ണുകൾ ആ കടുവയെ അന്വേഷിച്ചു. അല്പദൂരം മുന്നോട്ട് പോയപ്പോൾ അവർ വല്ലാത്തൊരു കാഴ്ച കണ്ടു. ഒരു മരച്ചുവട്ടിൽ കടുവ പാതി തിന്നുപേക്ഷിച്ച ഒരു മാനിൻ്റെ അവശിഷ്ടം. അതിനധികം പഴക്കമില്ല, രക്തം ഉണങ്ങിയിട്ടില്ല. ആൻഡേഴ്സൺ എല്ലാവരോടും അനങ്ങാതെ ശബ്ദമുണ്ടാക്കാതെ നിൽക്കാൻ പറഞ്ഞു. അവൻ ഈ ഇരയെ ഉപേക്ഷിച്ച് ദൂരത്തേക്ക് പോയിട്ടുണ്ടാകില്ല. വിശപ്പ് മാറിയാൽ കടുവകൾക്ക് ഒരു ഉറക്കം പതിവാണ്. ഉറക്കം കഴിഞ്ഞ് തിരികെ വന്ന് വീണ്ടും ബാക്കി വെച്ച് ഇരയെ തന്നെ ഭക്ഷിക്കും. അതൊരു പ്രകൃതി നിയമമാണ്. ഒരുപക്ഷെ പൊന്തക്കാടുകൾക്കുള്ളിൽ എവിടെയെങ്കിലും അവൻ നല്ല ഉറക്കത്തിലായിരിക്കും. ഇതൊരവസരമാണ്, ആൻഡേഴ്സൺ തിരിച്ചറിഞ്ഞു. ഇവിടെ തന്നെ കാവലിരിക്കുക. അടുത്ത് കണ്ട ഒരു വലിയ മരത്തിൻ്റെ ഉയർന്ന കൊമ്പിൽ എത്രയും പെട്ടെന്ന് ചെറിയൊരു ഏറുമാടം കെട്ടാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. കടുവ മരത്തിൽ കയറുമെങ്കിലും ഉയരമുള്ള ചില അല്പം കൂടി സുരക്ഷിതത്വം നൽകുമല്ലോ. മാത്രമല്ല പരിസരം കൂടുതൽ നന്നായി നിരീക്ഷിക്കാനും സാധിക്കും. അധികം വൈകാതെ ഏറുമാടം തയ്യാറായി. ഇരുട്ട് വീഴാൻ തുടങ്ങി. കൂടെ വന്നവരെ തിരിച്ചയച്ച് ആൻഡേഴ്സൺ അതിനു മുകളിൽ കയറിയിരിപ്പായി. ഇനി അദ്ദേഹം ഒറ്റയ്ക്കാണ്. താഴെ ഇര കിടക്കുന്നു, മുകളിൽ വേട്ടക്കാരൻ, ചുറ്റും കിലോമീറ്ററുകളോളം വിജനമായ കാട്. രാത്രിയായി. കാട് അതിൻ്റെ യഥാർത്ഥ രൂപം കാണിച്ചു തുടങ്ങി. കാട്ടിലെ രാത്രിക്കൊരു പ്രത്യേക ഭംഗിയുണ്ട്, അതിലേറെ ഭീകരതയുമുണ്ട്. പകൽ കണ്ട കാടല്ല രാത്രിയിൽ. ഓരോ മരവും ഓരോ പ്രേതരൂപം പോലെ തോന്നും. തണുത്ത കാറ്റ് വീശുന്നു. ദൂരെ എവിടെയോ ആനകൾ മുളയൊടിക്കുന്ന ശബ്ദം. ഇടയ്ക്ക് ചിന്നമുളിയും കേൾക്കാം. ചീവീടുകളിൽ നിർത്താതെയുള്ള കരച്ചിൽ. സമയം ഓരോ മണിക്കൂർ ഓരോ യുഗം പോലെയാണ് കടന്നു പോകുന്നത്. കൊതുകുകൾ കടിക്കുന്നുണ്ട്, പക്ഷേ അനങ്ങാൻ പാടില്ല. ചെറിയൊരു അനക്കം മതി താഴെ വരുന്ന കടുവയ്ക്ക് മുകളിൽ ആളുണ്ടെന്ന് മനസ്സിലാക്കാൻ. ആൻഡേഴ്സൺ അനങ്ങാതെയിരുന്നു. സമയം 12 മണി കഴിഞ്ഞു. പെട്ടെന്ന് കാട്ടിലെ ശബ്ദങ്ങളെല്ലാം ഒന്നിച്ച് നിലച്ചു. ചീവീടുകൾ വായടച്ചു. കാറ്റുപോലും നിലച്ചതുപോലെ. ആൻഡേഴ്സൻ്റെ ഹൃദയമെടുപ്പ് കൂടി. ദി സൈലൻസ് ഓഫ് ദി ജംഗിൾ. കാട്ടിലെ രാജാവ് എഴുന്നള്ളുമ്പോൾ പ്രകൃതി കാണിക്കുന്ന ആദരവ് പോലെ. ചിന്തകൾക്ക് വിരാമമിടാൻ സമയമായി. അതെ, അവൻ വരുന്നുണ്ട്. അവൻ്റെ സാന്നിധ്യം വായുവിലെ ഗന്ധത്തിൽ നിന്ന് അറിയാൻ തുടങ്ങി. ഇനി തത്വശാസ്ത്രത്തിന് സ്ഥാനമില്ല. ഇനി വേണ്ടത് ഏകാഗ്രതയാണ്. ആൻഡേഴ്സൺ തോക്കിൻ്റെ സേഫ്റ്റി ക്യാച്ച് മാറ്റി. എന്തോ പതുങ്ങി നടക്കുന്നതിൻ്റെ ചെറിയ ശബ്ദങ്ങൾ. ഉണങ്ങിയ ഇലകളുടെ ഒരു അനക്കം. ആൻഡേഴ്സൺ ശ്വാസം അടക്കി പിടിച്ചു. വിരൽ ട്രിഗറിൽ വെച്ചു. ഒരു നിഴൽ അനങ്ങി. അതെ, ഒരു കടുവയുടെ നിഴൽ തന്നെ. പക്ഷേ അവൻ അടുത്തേക്ക് വരുന്നില്ല. വന്നു. കാത്തിരിപ്പിന് ശേഷം അവൻ വന്നു. പക്ഷേ ഇരയുടെ അടുത്തേക്കല്ല, പകരം വേട്ടക്കാരനിരിക്കുന്ന മരത്തിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ലെങ്കിലും അത് ആ മരത്തിന് ചുറ്റും നടക്കുകയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആ നിമിഷം ആൻഡേഴ്സൺ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. ഇവൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം നേരത്തെ ബാക്കി വെച്ച് പോയ ആ ഇരയല്ല, മറിച്ച് താനാണെന്ന്. എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കാൻ കഴിയാത്ത അവസ്ഥ. കൃത്യമായി കാണാതെ വെടിവെക്കുന്നത് കൂടുതൽ അപകടമാണ്. ടോർച്ച് തെളിയിച്ചാൽ അവൻ ഓടിപ്പോകുമോ? കുറച്ചുകൂടി കാത്തിരിക്കണം. അവൻ മുകളിലേക്ക് കയറി വരുന്നുണ്ട്. ചിന്തകൾ ഒരു വേലിയേറ്റം തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായി. പെട്ടെന്നൊരു മുരൾച്ച. കാടിന് നടുക്കും രക്തം മരവിപ്പിക്കുന്നൊരു മുരൾച്ച. പിന്നെ താമസിച്ചില്ല. ആൻഡേഴ്സൺ ടോർച്ച് തെളിയിച്ചു. പക്ഷെ അവിടെ ഒന്നുമില്ല. അവനെവിടെ ശബ്ദം കേട്ടത് തൊട്ടു താഴെ നിന്നാണ്. പക്ഷെ കാണാനില്ല. കടുവ ആൻഡേഴ്സനെ കളിപ്പിക്കുകയാണ്. വെളിച്ചം കണ്ടതും അവൻ നിഴലിലേക്ക് മാഞ്ഞു കളഞ്ഞു. അവൻ അവിടെ തന്നെയുണ്ട് എന്ന് ആൻഡേഴ്സന് അറിയാം. ആ ഇരുട്ടിൽ അയാളെ നിരീക്ഷിച്ച് ആ രാത്രി മുഴുവൻ ആൻഡേഴ്സൺ ടോർച്ചും തെളിച്ച് തൂക്ക് ചൂണ്ടി ഇരുന്നു. പക്ഷേ ആ കടുവ അന്ന് തിരികെ വന്നില്ല. നേരം വെളുത്തപ്പോൾ നിരാശനായി അദ്ദേഹം മരത്തിൽ നിന്നിറങ്ങി. മരത്തിന് താഴെ നോക്കിയ ആൻഡേഴ്സൺ ഞെട്ടിപ്പോയി. താനിരുന്ന മരത്തിൻ്റെ ചുവട്ടിൽ കടുവയുടെ നഖം കൊണ്ട് മാന്തി പൊളിച്ച പാടുകൾ. അവൻ മരത്തിൽ കയറാൻ ശ്രമിച്ചിരുന്നു. ആ കടുവ തന്നെ ലക്ഷ്യം വെച്ചിരുന്നു. അവൻ എത്രയും പെട്ടെന്ന് പിടികൂടിയില്ലെങ്കിൽ തൻ്റെ ജീവന് അപകടത്തിലാണ് എന്ന് ആൻഡേഴ്സൺ അന്ന് തിരിച്ചറിഞ്ഞു. തിരികെ ഗ്രാമത്തിലെത്തിയപ്പോൾ അറിഞ്ഞ വാർത്ത കൂടുതൽ ഞെട്ടിക്കുന്നതായിരുന്നു. അദ്ദേഹം കാട്ടിൽ കാത്തിരുന്ന അതേ രാത്രി ഗ്രാമത്തിൻ്റെ മറ്റൊരു വശത്ത് അവൻ വീണ്ടും ഇറങ്ങിയിരുന്നു. ഇത്തവണ ഒരു പാവ സ്ത്രീയെയാണ് അവൻ പിടികൂടിയത്. ആൻഡേഴ്സൺ അഗാധമായ കുറ്റബോധം തോന്നി. താൻ ഒരിടത്ത് കാത്തിരുന്നപ്പോൾ കടുവ മറ്റൊരിടത്ത് മരണം വിധിച്ചിരിക്കുന്നു. പക്ഷേ അദ്ദേഹം നിരാശനായില്ല. മോയാർ നദിയുടെ വടക്കേ കരയിലുള്ള പാറക്കെട്ടുകൾക്കിടയിൽ പകൽ സമയത്ത് ആ കടുവ വിശ്രമിക്കാറുണ്ട് എന്ന് ഗ്രാമവാസികളിൽ നിന്ന് ആൻഡേഴ്സൺ മനസ്സിലാക്കി. മനുഷ്യവാസം തീരെയില്ലാത്ത മുൾപടർപ്പുകൾ നിറഞ്ഞ പ്രദേശം. ഇനിയും കാത്തിരുന്നാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ആൻഡേഴ്സൺ മനസ്സിലായി.
ഇനിയും കാത്തിരുന്നാൽ അതിന് കൊടുക്കേണ്ടി വരുന്നത് വലിയ വില തന്നെയാകും. അത് മറ്റൊരു മനുഷ്യജീവൻ തന്നെയാകും. ആ തിരിച്ചറിവിൽ സെഗൂർ പ്രദേശത്തെ ഏറ്റവും അപകടം പിടിച്ച മലയിടുക്കിലേക്ക് കടുവയെ അന്വേഷിച്ച് അങ്ങോട്ട് തന്നെ പോകാൻ ആൻഡേഴ്സൺ തീരുമാനിച്ചു. പുലിയെ പുലിമടയിൽ വെച്ച് തന്നെ നേരിടുക, അല്ലാതെ മറ്റു വഴികൾ തൽക്കാലം മുൻപിലില്ല. ആൻഡേഴ്സൺ തൂക്കുമെടുത്ത് ഇറങ്ങി. കൂടെ ഗ്രാമത്തിലെ ഏറ്റവും ധൈര്യശാലിയായ മാതൻ എന്ന യുവാവ്. ജീവൻ പണയം വെച്ചുള്ളൊരു യാത്രയായിരുന്നു അത് എന്നതിൽ ഗ്രാമവാസികളിൽ ആർക്കും സംശയമുണ്ടായില്ല. ഉച്ചവെയിൽ കാടിനെ ചുട്ടുപൊള്ളിക്കുന്നുണ്ട്. നദിക്കരയിലൂടെ അവർ നടന്നു. ഓരോ ചുവടും ശ്രദ്ധിച്ചു വേണം വയ്ക്കാൻ. ഉണങ്ങിയ മുളകൾക്കിടയിൽ എപ്പോൾ വേണമെങ്കിലും അവൻ പതുങ്ങിയിരിക്കുന്നുണ്ടാവാം. കുറച്ചു ദൂരം ചെന്നപ്പോൾ കാറ്റിലൊരു ദുർഗന്ധം അടിച്ചു വീശി. ചീഞ്ഞ മാംസത്തിൻ്റെ മണം. ആൻഡേഴ്സൺ മാതനോട് നിൽക്കാൻ ആംഗ്യം കാണിച്ചു. അവർ ആ മണം പിടിച്ച് മുന്നോട്ട് പോയി. അവിടെ നദിയോട് ചേർന്നുള്ള ഒരു പൊന്തക്കാട്ടിൽ ദയനീയമായൊരു കാഴ്ച. കടുവ കൊന്ന ഒരു കാട്ടുപോത്തിൻ്റെ അവശിഷ്ടം. അതും പാതി തിന്ന നിലയിലായിരുന്നു. ആൻഡേഴ്സൻ്റെ കണ്ണുകൾ തിളങ്ങി. വീണ്ടും ഒരു അവസരം കൈവന്നിരിക്കുന്നു. ഇത്തവണ അവനെ രക്ഷപ്പെടാൻ അനുവദിച്ചുകൂടാ. സമയം കളയാനില്ല. ആൻഡേഴ്സൺ വേഗത്തിൽ ചുറ്റും നോക്കി. ഇരയ്ക്ക് തൊട്ടടുത്ത് നദിയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന വലിയൊരു മരമുണ്ട്. അതിൽ തന്നെയാകാം ഇന്നത്തെ ഇരിപ്പിടം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. മാതനെയും കൂട്ടി സന്ധ്യയാകുന്നതിന് മുൻപ് ഇരിപ്പിടം തയ്യാറാക്കി ശേഷം മാതനെ ഗ്രാമത്തിലേക്ക് തിരിച്ചയച്ചു. അദ്ദേഹം മരത്തിന് മുകളിൽ കയറി. ഇരുട്ട് വീണു തുടങ്ങി. സമയം കടന്നുപോയി. രാത്രി 9 മണി, 10 മണി. മരത്തിന് മുകളിൽ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുമ്പോൾ ആൻഡേഴ്സന്റെ മനസ്സിൽ പല ചിന്തകളും കടന്നുപോയി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, തോക്കും പിടിച്ച് കാട്ടിൽ നടക്കുന്ന ഞങ്ങളെപ്പോലെയുള്ളവർക്ക് മൃഗങ്ങളെ കൊല്ലുന്നൊരു രസമാണെന്ന്, അല്ലെങ്കിൽ അതൊരു വീരകൃത്യമാണെന്ന്. പക്ഷെ സത്യം അതല്ല. ഓരോ തവണ കാഞ്ചി വലിക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ എന്തോ ഒന്നും മരിക്കുന്നുണ്ട്. ഈ കാട് ഇത് എൻ്റേതല്ല, ഇത് അവരുടേതാണ്. ഈ മരങ്ങൾ, ഈ പാറക്കെട്ടുകൾ, ഈ നദി, ഇതെല്ലാം ആ കടുവകൾക്ക് സ്വന്തമാണ്. നമ്മൾ മനുഷ്യരാണ് ഇവിടെ അതിക്രമിച്ച് കയറിയത്. നമ്മൾ അവരുടെ വീട് കയ്യേറി, എന്നിട്ട് അവരെ കുറ്റക്കാരാക്കുന്നു. ആലോചിച്ച് നോക്കൂ, ആ കടുവ, ദ ടൈഗർ ഓഫ് സെഗൂർ, അവൻ ജനിച്ചത് നരഭോജിയായിട്ടല്ല. ഒരിക്കലും അവൻ ഈ കാട്ടിലെ രാജാവായിരുന്നു. സ്വർണ്ണ നിറമുള്ള രോമങ്ങളും ഉരുക്കിൻ്റെ മാംസപേശികളുമുള്ള സുന്ദരനായ രാജാവ്. കാട്ടിലെ മറ്റു മൃഗങ്ങൾ അവനെ ഭയത്തോടെയും ബഹുമാനത്തോടെയും കണ്ടിരുന്നു. പക്ഷേ എപ്പോഴും അവനെ പിഴച്ചു. ഒരുപക്ഷെ വാർദ്ധക്യം, അല്ലെങ്കിൽ നമ്മളെപ്പോലൊരു മനുഷ്യനെ ഏൽപ്പിച്ച മുറിവ്. വേട്ടയാടാൻ കഴിയാതെ വരുമ്പോൾ, വിശപ്പ് സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ അവൻ എളുപ്പമുള്ള ഇരയെ തേടുന്നു. അത് അവൻ്റെ തെറ്റാണോ, അതോ പ്രകൃതിയുടെ വിധിയാണോ? എനിക്കറിയില്ല. പക്ഷേ ഒന്ന് എനിക്കറിയാം, അവനിപ്പോൾ ഒരു കൊലയാളിയാണ്. നിരപരാധികളായ പാവം മനുഷ്യരെ, സ്ത്രീകളെ, കുട്ടികളെ അവൻ കൊന്നൊടുക്കുന്നു. അതുകൊണ്ട് അവനെ തടഞ്ഞേ മതിയാവും. പലപ്പോഴും ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, ആൻഡേഴ്സൺ സാഹിബേ, നിങ്ങൾക്ക് പേടിയില്ലേ എന്ന്. പേടിയുണ്ട്. പേടിയില്ലാത്തവൻ വിഡ്ഢിയാണ്. ഈ കാട്ടിൽ, ഇരുട്ടിൽ മരണം ഏത് രൂപത്തിൽ വരുമെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ പേടിയേക്കാൾ വലുതാണ് എൻ്റെ ഉത്തരവാദിത്വം. എന്നെ വിശ്വസിച്ച് ഈ ഗ്രാമത്തിൽ കിടന്നുറങ്ങുന്ന കുറേ മനുഷ്യരുണ്ട്. അവരുടെ പ്രതീക്ഷ ഞാനാണ്. പക്ഷെ ഈ തോക്ക് ഇതിന് വലിയ ഭാരമാണ്. അത് ഇരുമ്പിൻ്റെ ഭാരമല്ല, മരണത്തിൻ്റെ ഭാരമാണ്. നാളെ രാവിലെ എൻ്റെ വെടിയേറ്റ് ആ സുന്ദരമായ മൃഗം മണ്ണിൽ വീണ് കിടക്കുമ്പോൾ, അവൻ്റെ കണ്ണുകളിലെ തിളക്കം മാഞ്ഞു പോകുമ്പോൾ എനിക്ക് സന്തോഷം തോന്നില്ല. പകരം വല്ലാത്തൊരു സങ്കടമായിരിക്കും. ഒരു രാജാവിനെ കൊന്നവൻ്റെ സങ്കടം. പെട്ടെന്ന് താഴെ ഇലകൾ അനങ്ങുന്ന ശബ്ദം. ആൻഡേഴ്സൺ തോക്ക് മുറുക്കി പിടിച്ചു. ഹൃദയമെടുപ്പ് കൂടി. അവൻ വരികയാണ്. പക്ഷെ അതൊരു കുറുക്കനായിരുന്നു. ഇരയുടെ മണം പിടിച്ചു വന്നതാണ്. പക്ഷെ കുറച്ചു നേരം അവിടെ ചുറ്റിപ്പറ്റി നിന്ന് എന്തോ അപകടം മണത്തതുപോലെ അവൻ ഓടിപ്പോയി. കാട്ടിലെ ചെറിയ മൃഗങ്ങൾക്ക് വലിയ മൃഗങ്ങളുടെ സാന്നിധ്യം പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. ആ കുറുക്കൻ ഓടിപ്പോയെങ്കിൽ അതിനർത്ഥം അതിൻ്റെ അവകാശി അടുത്തു തന്നെ ഉണ്ട് എന്നാണ്. പിന്നീട് അങ്ങോട്ട് നിശബ്ദതയുടെ മണിക്കൂറുകളായിരുന്നു. മരണതുല്യമായ നിശബ്ദത. ആൻഡേഴ്സന്റെ കണ്ണുകൾ ഇരുട്ടിൽ തളർന്നു തുടങ്ങി. ഉറക്കം വരുന്നുണ്ട്, പക്ഷെ ഉറങ്ങാൻ പാടില്ല. ഒരു നിമിഷത്തെ അശ്രദ്ധ മതി എല്ലാം അവസാനിക്കാൻ. അതാ കടുവയുടെ ഗന്ധം. അതെ, ശബ്ദമില്ല, കാലൊച്ചയില്ല. ആൻഡേഴ്സൺ ഇരിക്കുന്ന മരത്തിൻ്റെ തൊട്ടു താഴെ ഒരു കറുത്ത രൂപം തെളിഞ്ഞു വന്നു. അവൻ എത്തിക്കഴിഞ്ഞു. പക്ഷെ ആശങ്കപ്പെട്ടതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. അവൻ ഇരയുടെ അടുത്തേക്ക് പോകുന്നില്ല. പകരം കഴിഞ്ഞ തവണത്തേതുപോലെ നേരെ വേട്ടക്കാരനിരിക്കുന്ന മരത്തിൻ്റെ മുകളിലേക്കാണ് അവൻ നോക്കുന്നത്. തൻ്റെ വേട്ടക്കാരനെ തന്നെ വേട്ടയാടുന്നതിലുള്ള ആവേശത്തിലാണോ അവൻ? അതോ തൻ്റെ ഇഷ്ടവിഭവമായ മനുഷ്യമാംസത്തിൻ്റെ രുചി മാത്രമാണോ അവൻ്റെ മനസ്സിൽ? ആൻഡേഴ്സൺ ശ്വാസം വിടാതെയിരുന്നു.
സാധാരണ മൃഗങ്ങൾ മനുഷ്യനെ കണ്ടാൽ ഓടിപ്പോകും. പക്ഷേ ഇവൻ വാലു പതുക്കെ ആട്ടിക്കൊണ്ട് അവിടെ തന്നെ കാവൽ നിൽക്കുന്നു. അവൻ്റെ കണ്ണുകൾ ഇരുട്ടിൽ 2 കനലുകൾ പോലെ തിളങ്ങി. ആ നോട്ടം അത് വിശപ്പിൻ്റേതായിരുന്നില്ല, മറിച്ച് പകയുടേതാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി. ആൻഡേഴ്സൺ തോക്കെടുത്തു. ഇരുട്ടാണ്, വ്യക്തമായ ഉന്നം കിട്ടുന്നില്ല. ടോർച്ച് തെളിച്ചാൽ അവൻ കൂടുതൽ അക്രമാസക്തനായെങ്കിലും അല്ലെങ്കിൽ ഓടിപ്പോകാം. ആൻഡേഴ്സൺ കാത്തിരുന്നു. ആ നിമിഷം എവിടെ നിന്നോ ഒരു മൂങ്ങ ഉച്ചത്തിൽ കരഞ്ഞു. കടുവയുടെ ശ്രദ്ധ ഒന്ന് തിരിഞ്ഞു. അതാണ് അവസരം. ആൻഡേഴ്സൺ ടോർച്ച് സ്വിച്ച് ഓൺ ചെയ്തു. വെളിച്ചം വീണതും വായ പുലർന്ന് കൂർത്ത പല്ലുകൾ കാട്ടി അവൻ അലറി. കാടുകൾ. ആൻഡേഴ്സൺ ആ രൂപം വ്യക്തമായി കണ്ടു. പിന്നെ സമയം പഴക്കിയില്ല. കാഞ്ചി വലിച്ചു. വെടിച്ചു വീണു. പുകപടലങ്ങൾക്കിടയിലൂടെ ആൻഡേഴ്സൺ താഴേക്ക് നോക്കി. കടുവ അവിടെയില്ല. ഉന്നം തെറ്റിയോ അതോ വെടിയേറ്റവൻ ഓടിപ്പോയോ? ഒരു മുറിവേറ്റ കടുവ. അത് സാധാരണ കടുവയേക്കാൾ 100 മടങ്ങ് അപകടകാരിയാണ്. ആൻഡേഴ്സൺ അറിയാതെ വിയർത്തുപോയി. താൻ ചെയ്തത് വലിയൊരു അബദ്ധമാണോ? മുറിവേറ്റൊരു നരഭോജിയുമായി ഒരു രാത്രി കാട്ടിൽ ഒറ്റയ്ക്ക് തങ്ങുക, ഇതിലും വലിയ അപകടം വേറെയില്ല. ആ വെടിയൊച്ച അത് സെഗൂർ മലനിരകളിൽ തട്ടി അലയടിച്ചു. വെടിമരുന്നിൻ്റെ ഗന്ധം ആ രാത്രിയിലെ തണുത്ത കാറ്റിൽ കലർന്നു. ആ നിമിഷം കാട് വല്ലാത്തൊരു വെപ്രാളം കാണിച്ചു. മരങ്ങളിൽ ഉറങ്ങിയിരുന്ന പക്ഷികൾ ചിറകടിച്ചുകൊണ്ട് ആകാശത്തേക്ക് ഉയർന്നു. ദൂരെ എവിടെയോ മാനുകൾ ഭയന്ന് ഓടുന്ന ശബ്ദം. എല്ലാം കൂടി ആകെ ബഹളം. പക്ഷേ ആ ബഹളത്തിനിടയിലും ആൻഡേഴ്സൺ കാത്തിരുന്നത് കടുവയുടെ വീഴ്ചയുടെ ശബ്ദത്തിനു വേണ്ടിയായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. പകരം കനത്ത നിശബ്ദത തിരികെ വന്നു. വെടിയേറ്റോ അതോ ഉന്നം തെറ്റി അവനെ വെറുതെ പ്രകോപിപ്പിച്ചു. ആൻഡേഴ്സൺ ടോർച്ച് താഴേക്ക് അടിച്ചുകൊണ്ടേയിരുന്നു. വെളിച്ചം വീഴുന്ന സ്ഥലത്തൊന്നും അവനില്ല. ഇലകൾക്കിടയിൽ രക്തത്തിൻ്റെ പാടുകളുണ്ടോ എന്ന് നോക്കി. അതും വ്യക്തമല്ല. ഇനി താഴേക്ക് ഇറങ്ങാൻ കഴിയില്ല. മുറിവേറ്റ കടുവ അത് സാത്താൻ്റെ അവതാരമാണ്. അത് എവിടെയെങ്കിലും പതുങ്ങിയിരുന്ന് തന്നെ വെല്ലുവിളിച്ചവനെ കാത്തിരിക്കുന്നുണ്ടാവും. ആ മരത്തിന് മുകളിൽ ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കി ആൻഡേഴ്സൺ നേരം വെളുപ്പിച്ചു. ആ രാത്രിക്ക് 100 വർഷത്തെ ദൈർഘ്യമുണ്ടായിരുന്നുവെന്ന് പിന്നീട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാട്ടിലെ തണുപ്പ് എല്ലുകൾക്കിടയിലേക്ക് തുളച്ചു കയറി. മനസ്സാകട്ടെ ഒരുതരം മരവിപ്പിലും. മെല്ലെ കിഴക്ക് വെള്ള കീറി. സെഗൂർ ചുരം അതിൻ്റെ ഭംഗി പുറത്തെടുത്തു. മനോഹരമാണ് പുലരിയിലെ ഈ കാട്. മലനിരകളെ പൊതിഞ്ഞു നിൽക്കുന്ന മോയാർ നദിക്ക് മുകളിലൂടെ ഒഴുകി നീങ്ങുന്ന വെളുത്ത പുക പോലെയുള്ള മൂടൽമഞ്ഞ്. പച്ചപ്പാർന്ന പുളങ്കാടുകളിൽ സൂര്യപ്രകാശം തട്ടുമ്പോൾ സ്വർണ്ണ നിറം. ഈ സൗന്ദര്യത്തിന് പിന്നിൽ മരണം ഒളിച്ചിരിപ്പുണ്ടെന്ന് ആരും വിശ്വസിക്കില്ല. പക്ഷെ ആൻഡേഴ്സൺ അറിയാം, ഈ പച്ചപ്പിനുള്ളിലെവിടെയോ ചോര വാർന്ന് വേദന കൊണ്ട് പൊളയുന്നൊരു മൃഗം തന്നെ കാത്തിരിപ്പുണ്ടെന്ന്. നേരം നന്നായി വെളുത്തപ്പോൾ ഗ്രാമത്തിൽ നിന്നും മാതരം കൂട്ടരുമെത്തി. ആൻഡേഴ്സൺ താഴേക്കിറങ്ങി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ആദ്യം തിരഞ്ഞത് മണ്ണിലാണ്. ഉണ്ട്, അവിടെയുണ്ട്. ഉണങ്ങിയ ഇലകളിൽ കടും ചുവപ്പ് നിറത്തിൽ രക്തം. അതെ, വെടികൊണ്ടിരിക്കുന്നു. പക്ഷേ ആ രക്തം പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിഭ്രമം വർദ്ധിച്ചു. അത് സാധാരണ രക്തമല്ല, നുരയും പതയും കലർന്ന പിങ്ക് നിറത്തിലുള്ള രക്തം. ഇതിനർത്ഥം വെടികൊണ്ട് അവൻ്റെ ശ്വാസകോശത്തിലാണ് കൊണ്ടത്. അത് അപകടം വർദ്ധിപ്പിച്ചിരിക്കുന്നു. അത് അവനെ കൊല്ലും. പക്ഷേ പെട്ടെന്നല്ല. ശ്വാസം കിട്ടാതെ വേദന കൊണ്ട് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരിക്കും ഇപ്പോഴവൻ. ഈ അവസ്ഥയിൽ കടുവകൾക്ക് അമാനുഷിക ശക്തി ലഭിക്കും. മുന്നിൽ വരുന്ന എന്തിനേയും അവർ നിർദ്ദയം ആക്രമിക്കും. ഇനി അവനെ പിന്തുടരുക എന്നത് ആത്മഹത്യാപരമാണ്. കാരണം സെഗൂർ കാടിൻ്റെ ആ ഭാഗം വല്ലാത്തൊരു ഭൂപ്രകൃതിയാണ്. വെയിറ്റ് എ ബിറ്റ് തോൺസ് എന്ന് വിളിക്കുന്ന ഒരു തരം മുൾച്ചെടികൾ അവിടെയുണ്ട്. നമ്മുടെ വസ്ത്രത്തിലും ശരീരത്തിലും കൊളുത്തി വലിക്കുന്ന, നമ്മെ ഒരടി മുന്നോട്ട് വിടാത്ത മുൾപടർപ്പുകൾ. മനുഷ്യന് അവിടെ വേഗത്തിൽ ഓടാനോ നടക്കാനോ കഴിയില്ല. പക്ഷെ കടുവയ്ക്ക് കഴിയും. ആ മുൾച്ചെടികൾക്കിടയിലൂടെ പാമ്പ് പോകുന്നത് പോലെ കടുവയ്ക്ക് പോകാൻ സാധിക്കും. ആൻഡേഴ്സൺ എല്ലാവരോടും പറഞ്ഞു, നിങ്ങളിവിടെ നിൽക്കൂ, ഞാൻ തനിച്ചു പോകാം. കാരണം കൂടുതൽ ആളുകളുണ്ടായാൽ നാം അവനെ കാണുന്നതിന് മുൻപേ അവൻ നമ്മെ കാണും. അപ്രതീക്ഷിതമായ ആക്രമണം ഉണ്ടാകും. മാധൻ സമ്മതിച്ചില്ല. ഞാനും വരാൻ സായിപ്പേ, അങ്ങേ ഒറ്റയ്ക്ക് വിടില്ല എന്നവൻ വാശി പിടിച്ചു. ഒടുവിൽ ആൻഡേഴ്സൺ സമ്മതിച്ചു. അവർ രക്തപ്പാടുകൾ പിന്തുടർന്ന് നടക്കാൻ തുടങ്ങി. ഓരോ തുള്ളിച്ചോരയും അവനിലേക്കുള്ള ദൂരം കുറയ്ക്കുകയാണ്. കാട് കൂടുതൽ ഇടതൂർന്നു വന്നു. സൂര്യപ്രകാശം പോലും കടക്കാത്ത ഇരുണ്ട വഴികൾ. വായുവിൽ കടുവയുടെ രൂക്ഷഗന്ധം. അവൻ തൊട്ടടുത്ത് എവിടെയോ ഉണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും ഏത് പൊന്തക്കാട്ടിൽ നിന്നും അവൻ ചാടി വീഴാം. ആൻഡേഴ്സൺ ഓരോ ചുവടും അളന്നാണ് വയ്ക്കുന്നത്.
പെട്ടെന്ന് മുന്നിൽ കണ്ട ഒരു വലിയ പാറക്കെട്ടിൻ്റെ അരികിൽ രക്തം തളം കെട്ടിക്കിടക്കുന്നു. അവൻ അവിടെ കിടന്നിരുന്നു. ആൻഡേഴ്സൺ പാറയിൽ തൊട്ട് നോക്കി. കല്ലിന് ചൂടുണ്ട്. അവൻ അവിടെ നിന്ന് പോയിട്ട് നിമിഷങ്ങളെ ആയിട്ടുള്ളൂ. ആൻഡേഴ്സൺ തോക്കിൽ ഉറപ്പിച്ചു പിടിച്ചു. ഇനി അധികം ദൂരമില്ല. ഒരല്പം കൂടി മുന്നോട്ട് പോയപ്പോൾ ഒരു ചെറിയ നീർച്ചാൽ കണ്ടു. അതിനപ്പുറം ഇടതൂർന്ന മുളങ്കാട്. അവിടെ ആ മുളങ്കാടിനുള്ളിൽ എന്തോ ഒന്ന് അനങ്ങുന്നു. കാറ്റിൽ മുളകൾ ആടുന്നതല്ല, അതിനുള്ളിൽ മഞ്ഞയും കറുപ്പും വരകൾ മിന്നിമറയുന്നു. കടുവയെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ആൻഡേഴ്സൺ നിന്ന് അദ്ദേഹം മാതനെ തടഞ്ഞു. കടുവ അവരെയും കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒളിച്ചിട്ട് കാര്യമില്ല. മുളങ്കാടിനുള്ളിൽ നിന്ന് ഒരു മുരൾച്ച കേട്ടു. അത് സാധാരണ മുരൾച്ചയല്ല, വേദനയും ദേഷ്യവും പകയും കലർന്ന ഒരു ഹുങ്കാര ശബ്ദം. തൊട്ടു പിന്നാലെ ഭൂമി പിളർക്കുന്ന ഒരു അലർച്ച. ആ അലർച്ച അവരുടെ കാതുകളിലല്ല, നെഞ്ചിലാണ് വന്നലച്ചത്. മുളങ്കാടിനുള്ളിൽ നിന്ന് ഒരു മുരൾച്ച. മാതൻ ഭയം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. മുന്നോട്ട് പോകാനും വയ്യ, പിന്നോട്ട് ഓടാനും വയ്യ. പുറം തിരിഞ്ഞോടിയാൽ കടുവ പുറകെ വന്ന് പിടിക്കുമെന്ന് 100% ഉറപ്പാണ്. അവർ അനങ്ങാതെ നിന്നു. അവൻ ചാടാൻ തയ്യാറെടുക്കുകയാണ്. ആൻഡേഴ്സൺ തോക്കെടുത്ത് ഉന്നം പിടിച്ചു. പക്ഷെ മുളകൾക്കിടയിലൂടെ കടുവയെ വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. എവിടെയാണ് തല, എവിടെയാണ് നെഞ്ച്? ഇനിയും തെറ്റായ സ്ഥലത്ത് പിടികൊണ്ടാൽ അത് ആലോചിക്കാൻ പോലും ആകുമായിരുന്നില്ല. ആൻഡേഴ്സൺ തോക്കിൻ്റെ ബാരൽ താഴ്ത്തിയില്ല. കണ്ണുകൾ ചുമ്മാതെ ആ മുളംകൂട്ടത്തിലേക്ക് നോക്കി. കാറ്റിൽ മുളകൾ ആടുന്നുണ്ട്. അതിനിടയിൽ നിന്ന് 2 കനൽ കണ്ണുകൾ തങ്ങളെ തന്നെ ഉറ്റുനോക്കുന്നത് ആൻഡേഴ്സൺ വ്യക്തമായി കണ്ടു. പെട്ടെന്ന് എല്ലാം നിശബ്ദമായി. പക്ഷെ ആ നിശബ്ദത കൊടുങ്കാറ്റിന് മുമ്പുള്ള നിശബ്ദത മാത്രമായിരുന്നു. മുളകൾ തകർത്തെറിഞ്ഞ് ഉരുൾ പൊട്ടിയതുപോലെ അവൻ പുറത്തേക്ക് ചാടി. മഞ്ഞയും കറുപ്പും വരകളുള്ള ആ വലിയ ശരീരം വായുവിൽ ഉയർന്നു പൊങ്ങി. വായു പിളർന്നു. നഖങ്ങൾ വിടർത്തി അവൻ നേരെ വന്നത് ആൻഡേഴ്സൻ്റെ നെഞ്ചിലേക്കാണ്. ചിന്തിക്കാൻ സമയമില്ല. ഉന്നം പിടിക്കാൻ നോക്കിയാൽ വൈകിപ്പോകും. എല്ലാം നിമിഷ നേരം കൊണ്ട് കഴിഞ്ഞു. ആൻഡേഴ്സൺ കടുവയുടെ നെഞ്ചിന് നേരെ ആദ്യത്തെ നിറയൊഴിച്ചു. കടുവയുടെ വേഗത ഒരല്പം കുറഞ്ഞു. പക്ഷെ അവൻ വീണില്ല. അവൻ വീണ്ടും മുന്നോട്ടാഞ്ഞു. അവൻ്റെ ശ്വാസം മുഖത്ത് തട്ടുന്ന അത്രയും അടുത്തെത്തി. ഒട്ടും സമയം കളയാതെ അദ്ദേഹം 2ാമത്തെ വെടിയും വെച്ചു. ഇത്തവണ വെടികൊണ്ട് അവൻ്റെ തലയോട്ടി തകർത്തു. വായുവിൽ വെച്ച് തന്നെ അവൻ്റെ ശരീരം ഒന്നുലഞ്ഞു. പിന്നെ കണ്ടത് ആ വലിയ ശരീരം ഭൂമിയിൽ വന്ന് പതിക്കുന്നതാണ്. മണ്ണിൽ വീണ അവൻ അനക്കമില്ല. എങ്കിലും ആൻഡേഴ്സൺ തോക്ക് താഴ്ത്തിയില്ല. അവസാന ശ്വാസത്തിന് മുൻപ് അവനൊരു ആക്രമണത്തിന് കൂടി ശ്രമിച്ചേക്കാം. പുകപടലങ്ങൾക്കിടയിലൂടെ ആൻഡേഴ്സൺ സൂക്ഷിച്ചു നോക്കി. അവൻ അനക്കമില്ല. സെഗൂറിലെ പേടി സ്വപ്നം. അവൻ്റെ വായ പിളർന്ന് കിടക്കുകയാണ്. ആ പല്ലുകൾ, അതിൽ ചോരയുടെ പാടുകൾ കാണാം. എത്രയോ പാവങ്ങളെ കൊന്ന ആ പല്ലുകൾ. ആൻഡേഴ്സൺ ഒരു കല്ലെടുത്ത് കടുവയുടെ ദേഹത്തേക്ക് എറിഞ്ഞു. ഇല്ല, അനങ്ങുന്നില്ല. ഒന്നുകൂടി ഉറപ്പുവരുത്താൻ അദ്ദേഹം തോക്കിൻ്റെ ബാരൽ കൊണ്ട് കടുവയുടെ കണ്ണിൽ തൊട്ടു. കണ്ണിമ ചിമ്മുന്നില്ല. അതെ, അവൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. മാതൻ മെല്ലെ അടുത്തു വന്നു. സായിപ്പേ, അവൻ തീർന്നു എന്ന് വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ആൻഡേഴ്സൺ കടുവയുടെ ശരീരം പരിശോധിച്ചു. ആദ്യത്തെ വെടി കൊണ്ടത് ശ്വാസകോശത്തിലായിരുന്നു. അതാണ് അവനെ തളർത്തിയത്. 2ാമത്തെ വെടി നെഞ്ചിലും, അവസാനത്തെ വെടി തലയിലും. ആ ശരീരം കണ്ടപ്പോൾ ആൻഡേഴ്സൺ അത്ഭുതം തോന്നി. എന്തൊരു വലിപ്പമാണ്! 9 അടിയോളം നീളം. നല്ല ആരോഗ്യമുള്ള ആൺകടുവ. ഇവനെപ്പോലൊരു മൃഗം എന്തിനാണ് നരഭോജിയായത്? പരിശോധനയിൽ അത് വ്യക്തമായി. അവൻ്റെ മുൻകാലിലെ നഖങ്ങൾ എങ്ങനെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ ഒരു വേട്ടക്കാരൻ്റെ നായോട്ട് ശ്രമത്തിനിടയിലാവാം അത് സംഭവിച്ചത്. അക്കാരണത്താൽ അവന് കാട്ടിലെ വേഗതയുള്ള മൃഗങ്ങളെ പിടിക്കാൻ കഴിയാതെയായിരിക്കുന്നു. അങ്ങനെയാണ് അവൻ എളുപ്പമുള്ള ഇരയായ മനുഷ്യനിലേക്ക് തിരിഞ്ഞത്. ഗ്രാമത്തിലേക്ക് മടങ്ങുമ്പോൾ ആൻഡേഴ്സൺ തികഞ്ഞ സന്തോഷവാനല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെല്ലു ആശ്വാസമുണ്ടായിരുന്നു. ഗ്രാമവാസികൾ ഓടിക്കൂടി. സ്ത്രീകൾ കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു. കുട്ടികൾ അത്ഭുതത്തോടെ ആ വലിയ കടുവയെ തൊട്ടുനോക്കി. അന്ന് രാത്രി ആ ഗ്രാമത്തിൽ ആരും പേടിച്ചു വാതിലടച്ചില്ല. സെഗൂർ ചുരത്തിലെ കാറ്റ് വീണ്ടും സമാധാനത്തോടെ വീശാൻ തുടങ്ങി. പക്ഷേ ആൻഡേഴ്സൺ അറിയാമായിരുന്നു, വേട്ട ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന്. ഇന്ന് സെഗൂർ ശാന്തമായിരിക്കാം, എന്നാൽ നാളെ മറ്റൊരു കാട്ടിൽ മറ്റൊരു മൃഗം വെല്ലുവിളിയുമായി വീണ്ടും വരാം. അന്ന് വീണ്ടും തോക്കെടുത്ത് ഇറങ്ങേണ്ടി വരും. അതൊരു വേട്ടക്കാരൻ്റെ വിധിയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സെഗൂറിലെ നരഭോജിയുടെ കഥ ഇവിടെ അവസാനിക്കുന്നു. ആവേശകരമായ മറ്റൊരു കഥയുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി.